അപ്പോൾ ഇതിലെ അപ്പുറത്തോടൊക്കെ കിടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇനി ഈ പാലത്തിൽ കൂടെ പോകാനാണെങ്കിൽ ഭയങ്കര പാടും, സ്കൂളിലേക്കൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. 2-3 കൊല്ലമായി പാലം പൊളിച്ചിട്ടില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവിടെ വരുന്നുമില്ല. 2.5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പാലം പൊളിച്ചു. പുതിയ പാലത്തിനായി 35 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ചു. പിന്നീട് അങ്ങോട്ട് പല കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങി. 35 ലക്ഷത്തിൽ നിന്നും എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. ആദ്യം അനുവദിച്ചു കിട്ടിയ 35 ലക്ഷം ഉപയോഗിച്ച് അടിത്തറയും തൂണുകളും നിർമ്മിച്ചു. അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫണ്ടില്ലാത്ത സ്ഥിതിയിൽ മുടങ്ങി. താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്നതായ പാലം ഏത് സമയത്തും അപകടം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതാണ്. അതിലെയുള്ള സഞ്ചാരം ജീവന് ഭീഷണിയാണ്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് അധികാരികൾ തടിപ്പാലത്തിന് പകരം ഒരു പാലം ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും മുതിർന്നവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്, സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്ന് ഈ നാടിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു. പലതവണ അധികൃതർ മുമ്പാകെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഗത്യന്തരമില്ലാതെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു. സ്കൂൾ കുട്ടികളും പ്രായമായവരുമെല്ലാം അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഇതിലൂടെ നടന്നു പോകുന്നത്. അടിയന്തരമായി പരിഹാരമുണ്ടാക്കി നൽകണമെന്ന് മാത്രമാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കുമളി.